നമസ്കാരം. പെട്രോൾ, ഡീസൽ, CNG തുടങ്ങിയ ഇന്ധനങ്ങളിലോടുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് 2026 ഓഗസ്റ്റ് 15 മുതൽ നിരോധനം ഏർപ്പെടുത്താനൊരുങ്ങിയിരിക്കുകയാണ് ഡൽഹി. രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഒരു EV കരട് നയം രൂപീകരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ നീക്കത്തിനായി ഉപയോഗിക്കുന്ന CNG ഓട്ടോകളിലും ഫോസിൽ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളിലും ഈ നിർദ്ദേശങ്ങൾ ബാധകമാണ്. ഡൽഹി മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പുതിയ നയമനുസരിച്ച് 2025 ഓഗസ്റ്റ് 15 മുതൽ പുതിയ CNG ഓട്ടോറിക്ഷകൾക്ക് രജിസ്ട്രേഷനും അതുപോലെ തന്നെ പെർമിറ്റും അനുവദിക്കില്ല. പകരം ഇലക്ട്രിക് ഓട്ടോറിക്ഷകളെയാണ് പ്രോത്സാഹിപ്പിക്കുക. 10 വർഷം പഴക്കമുള്ള CNG ഓട്ടോറിക്ഷകളെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത് ബാറ്ററിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ വേണം. ഫോസിൽ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷകൾക്കും ഓഗസ്റ്റ് 15 മുതൽ രജിസ്ട്രേഷൻ നൽകുന്നതല്ല. അടുത്ത വർഷം, അതായത് 2026 ഓഗസ്റ്റ് 15 മുതൽ പെട്രോൾ, CNG എന്നീ ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനാണ് നിർദ്ദേശം. EV നയം അന്തിമഘട്ടത്തിലാണെന്നും ഒരുപക്ഷേ ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിൽ ചില ഇളവുകൾ പ്രതീക്ഷിക്കാമെന്നുമാണ് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ മാലിന്യ നീക്കത്തിനായി ഉപയോഗിക്കുന്ന മുഴുവൻ വാഹനങ്ങളും 2027 ഡിസംബർ 31 ഇലക്ട്രിക് പതിപ്പിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് സർവീസ് നടത്താനായിട്ട് ഇലക്ട്രിക് ബസ്സുകളും ഇൻ്റർസിറ്റി സർവീസുകൾക്ക് BS6 പാലിക്കുന്ന ബസ്സുകളും ഉപയോഗിക്കാനാണ് നിർദ്ദേശം. ഇനി നമുക്ക് കാറുകളുടെ കാര്യത്തിലേക്ക് നോക്കാം. നിലവിൽ 2 കാറുള്ള സ്വകാര്യ വ്യക്തി മറ്റൊരു വാഹനം വാങ്ങിയാൽ അവ ഇലക്ട്രിക് വാഹനമാകണമെന്നും കരട് നയത്തിൽ നിർദ്ദേശമുണ്ട്. പുതിയ EV വാഹന നയം ഔദ്യോഗികമായി നിലവിൽ വരുമ്പോൾ ഇക്കാര്യം കർശനമായി നടപ്പിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മാർച്ച് 31 അവസാനിച്ച നിലവിലെ EV പോളിസി 15 ദിവസം കൂടി കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. ഇതിനുള്ളിൽ തന്നെ നയം മന്ത്രിസഭ അംഗീകരിക്കുമെന്നാണ് നിർദ്ദേശങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.